ചെടിയിലേക്ക് ഉണ്ട് എങ്ങനെയുണ്ട് നോക്കാം. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വന്നില്ല. റീമോ എന്തെല്ലാം ഉള്ളത് കാണിച്ചു തരാം. ആദ്യം ഒന്ന് നോക്കിയാൽ ഇതാ. ഓക്കെ, കറിയാണ് മമ്പയർ പോലത്തെ ഒരു വലിയ പയർ. ഓ, ഇത് ബ്രെഡിൻ്റെ സാധനം കഴിഞ്ഞു, ഇനി കൊണ്ടുവരേണ്ടി വരും. സാലഡ് മറ്റേ ബ്രെഡ് ചിക്കൻ സോസേജ് കട്ട് ചെയ്തത്. ഇത് മുട്ട വറവ്. എന്നിട്ട് ചുമ്മാ നൂഡിൽസ്. കുറച്ച് നൂഡിൽസ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. സോസേജസ് ഞാൻ ബാംഗ്ലൂർ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഇവിടുത്തെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മൾ മമ്പയറില്ലേ അതിൻ്റെ വലിയൊരു സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ചെടുക്കാം, എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. നമ്മൾ ജ്യൂസ് ഇടാം. പിന്നെ ഒരു ജ്യൂസും ഉണ്ട്, മാംഗോ ജ്യൂസ് ആയിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഞാനെടുത്ത ബ്രേക്ക്ഫാസ്റ്റ്. ഇനി മാളും എന്തൊക്കെ എടുക്കും നമുക്ക് നോക്കാം. ഒരു സാൻഡ്വിച്ച് വരാനുണ്ട്. പുറത്തിരിക്കുന്ന അപ്പോൾ ഇതാ മാളും എടുക്കുമ്പോൾക്ക് സാൻഡ്വിച്ച് വന്നിട്ടുണ്ട്. മാളും എൻ്റെയും കൂടി നീ ഇതിനെ എടുത്ത് വെച്ചോ, ഒരു രണ്ടെണ്ണം. ഒന്നെടുത്തോ. ഇതാണ് മാളും എടുത്ത ഐറ്റംസ്. നമ്മൾ പുറത്താണ് ഇരുന്നത്, ഓപ്പണിൽ. നിങ്ങൾ നോക്കിയത് ബീച്ചിൻ്റെ സൈഡിൽ ഇരുന്നിട്ടാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ നമ്മളെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ റീമോ ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് പറയുക എങ്ങനെയുണ്ടെന്ന്. ഞാൻ ജസ്റ്റ് നൂഡിൽസും സാൻഡ്വിച്ചും പിന്നെ എഗ്ഗും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ റീമോ, സ്റ്റാർട്ട്. നൂഡിൽസ് കേട്ടോ. അടുത്തത് ചെടിയിലേക്ക് ഉണ്ട് എങ്ങനെയുണ്ട് നോക്കാം. തുടങ്ങിയോ കയ്യോണ്ട്. എങ്ങനെയുണ്ട് റീമോ? ഒരു ചെടി. ഓക്കെ, ഇന്നലെ പോയിട്ട് പോന്നു. ഈച്ചനെ തട്ടുന്ന ഫുൾ വരുക. നിങ്ങളെ വീഡിയോ കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഇത് നമ്മളെ രണ്ട് ഫ്രണ്ട്സാണ്, നമ്മളെ സബ്സ്ക്രൈബറും കൂടിയായി. നമ്മൾ ഇവിടെ എത്തിയാലും പരിചയപ്പെട്ടാണ്. ടിജിൻ, സുസ്മിത. രണ്ടുപേരും കോട്ടയത്താണ്, ദുബായിലാണ്, ബിസിനസ്സാണ്. നമ്മൾ ഇവിടെ എത്തിയാൽ നമുക്ക് പുതിയ രണ്ട് സബ്സ്ക്രൈബേഴ്സും രണ്ട് ഫ്രണ്ട്സിനെയും കൂടി കിട്ടി. അപ്പോൾ ഒരു ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇവിടെ കൂടുതൽ ഫോറിനേഴ്സ് വരുന്നതുകൊണ്ടായിരിക്കും അവർ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് പ്രിഫർ ചെയ്തത്. നൂഡിൽസും എഗ്ഗും സാൻഡ്വിച്ചും ഒന്നും കുഴപ്പമില്ല, പക്ഷേ സോസേജ് എനിക്ക് ഇവിടത്തെയും തീരെ ഇഷ്ടമായിട്ടില്ല. പക്ഷേ റീമോ പറഞ്ഞ ഓക്കെ ആയിരുന്നു അല്ലേ റീമോ? എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ എന്ന് പറയാം നമുക്ക്. എന്താ കാര്യം എന്ന് വെച്ചാൽ പിന്നെ എല്ലാം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. മീൻസ് ഇപ്പോൾ ഇതിൽ കാണുന്ന കണ്ട ദോശ ഇതൊന്നും നമുക്ക് കിട്ടിയില്ല. ഇനി ഇവിടെ കിട്ടുമല്ലോ എന്നല്ല, സ്പെഷ്യൽ ഓർഡർ ചെയ്ത് എടുക്കേണ്ടി വരും. ബാക്കിയുള്ളതൊക്കെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എല്ലാ സ്ഥലത്തും ജീപേ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ജീപേ ഒക്കെ വർക്ക് ആവോ ഇല്ല, ഏത് ഒരു ഇന്ത്യൻ മണിയിലാണോ അതോ US ഡോളേഴ്സിലാണ് കൺവേർട്ട് ചെയ്യാന്ന് അറിയില്ല. ഒരു പ്രാവശ്യം നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ. ഇനി നമ്മൾ സ്നോർക്കലിങ്ങിന് പോകാൻ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. വേറെ 2 കപ്പിൾസും കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വന്നിട്ടാണ് പിന്നെ നമ്മൾ പോകുന്നത്. എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, നല്ല പേടിയുണ്ട്. റിമോ ഞാൻ മുങ്ങുവാടാ, ഇവർക്ക് നീന്താറില്ല, അതാണ് ഇവർക്ക് ഇത്രയും ടെൻഷൻ.
ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ മാൽഡീവ്സിലെ ഡേ 2, ഐ മീൻ മോഫൂഷി ഐലൻഡിൽ ഡേ 2 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് സ്നോർക്കലിംഗ് ആണ്. അപ്പോൾ അതിനുള്ള സാധനമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. മീൻസ് സ്നോർക്കലിംഗ് എക്യുപ്മെന്റ്സ്, പിന്നെ കുടിക്കാൻ ആവശ്യമായ വെള്ളം, ടവൽസ്, നമ്മളെ കണ്ണിലിടുന്ന അതിൻ്റെ പേരറിയില്ല, അങ്ങനെ സാധനങ്ങളൊക്കെ അവരിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാളു അപ്പോൾ പോവാൻ റെഡിയല്ലേ? പോവാൻ റെഡിയാണ്. എനിക്ക് നല്ല പേടിയുണ്ട്. മാളൂര് നീന്തൽ അറിയില്ല, അതുകൊണ്ട് മാളൂന് ചെറിയ പേടിയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം പോയിട്ട് എങ്ങനെയുണ്ട് എന്നല്ലേ മാളു. ബാക്കി വീഡിയോസ് എക്സ്പീരിയൻസ് വീഡിയോയിൽ പറയാം. ഓക്കെ, ഇതാണ് ഗൈസ് വ്യൂ, മോർണിംഗ് വ്യൂ. നോക്ക് നിങ്ങൾ. കേൾക്കും, നമുക്കധികം വീഡിയോസും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ വേഗം വന്ന് നേരെ ഫിഷിങ്ങിന് പോയതാണ്. അപ്പം നമുക്ക് നോക്കാം ഇന്ന് എന്തെങ്കിലും വീഡിയോസ് കിട്ടുക. ഇത് നാട്ടിൽ ഓട്ടോവും ബസ്സെല്ലാം നിർത്തിവെച്ച പോലെയാണ്. ഇവിടെ ഫുൾ നോക്ക്, കടലിന്റെ കളർ കാണുന്നുണ്ടോ? ക്യാമറയിൽ അത്ര മനസ്സിലാവുന്നറിയില്ല. ഇവിടെ ഇപ്പോൾ ലൈറ്റ് ബ്ലൂ ആണ്, ഒരു നോർമൽ ലൈറ്റ് ബ്ലൂ. ഇതിനും നല്ല വെള്ളമായിരിക്കും പറഞ്ഞത്. നമ്മൾ പോകുന്നെടുക്കാം. ഇവിടെ നോക്കുമ്പോൾ ലൈറ്റ് ബ്ലൂ, അങ്ങ് നോക്കുമ്പോൾ ഡാർക്ക്. അത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ലൈറ്റ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ കല്ലിൻ്റെ തൊട്ടപ്പുറം കാണുന്നത് ഡാർക്ക് ബ്ലൂ ആണ്. രണ്ട് കളറിലുള്ള കടല നമ്മൾ കാണുന്നത്. നമുക്ക് ഫോറിനേഴ്സൊക്കെ ഇതാ ഇപ്പോൾ കാണുന്നുണ്ട്, ഇത്രയും ദൂരം എന്താ, അവരൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ബോട്ടിലേക്ക് പോകുന്നതാണ്. നമ്മുടെ ഗൈഡ് വരാനുണ്ട്, ഗൈഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അല്ല മാളു, റെഡിയല്ലേ? എല്ലാം സെറ്റല്ലേ? നല്ല സെറ്റാണ്. ഇപ്പം നമ്മൾ സൂവിലൊക്കെ കുറേ തത്തമാരെ കാണാറില്ലേ, അതുപോലെ ഇവിടെ ഇങ്ങനെ വലിയ, ആക്ച്വലി തത്തയല്ല, ഇതിന് വേറെ പേരുണ്ട്. അതിൻ്റെ പേര് നമുക്കറിയില്ല. ഭയങ്കര സൗണ്ട്, നമ്മൾ ചായ കുടിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഭയങ്കര സൗണ്ടിൽ എന്തോ കരയുന്നത്. ഇപ്പൊ വന്നു നോക്കുമ്പോൾ കണ്ടത് ഇതാണ് സാധനം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഓക്കെ എന്ന് പറയേണ്ടി വരും. മെയിൻ ഇതന്നെ, മീൻസ് നൂഡിൽസ്, പിന്നെ ഒരു സാൻഡ്വിച്ച്, ബ്രെഡ് സാൻഡ്വിച്ചാണ്. അത് ഓക്കെ. കാരണം ചിക്കൻ ആണ് കൂടുതലും, പിന്നെ സോസേജും മീൻസ് നമുക്കിഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ ജ്യൂസ് ഉണ്ട്, കോഫി കുഴപ്പമില്ല. കോഫി ബാംഗ്ലൂരിൽ ഞാൻ കഴിച്ചതിനേക്കാളും ബെറ്റർ സോസേജ് ആണ് തോന്നുന്നത്. അതിപ്പോ എന്തോ പോലെ ഉണ്ടായിരുന്നു, ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു, പക്ഷെ കഴിക്കാൻ പറ്റില്ല. പിന്നെ നേരത്തെ കാണിച്ചെന്ന ആ പയറ് കറിയില്ലേ, അതിൽ ഞാൻ അതിൻ്റെ ഇത് നോക്കി, ഗ്രേവി എന്ന് വെച്ചാൽ നമ്മളെ ടൊമാറ്റോ സോസില്ലേ, ആ ടൊമാറ്റോ സോസിൻ്റെ അകത്ത് ഈ കുക്ക് ചെയ്ത പയറ്, മമ്പയർ, വലിയ പയറ്, അത് ഇട്ടിട്ടാണ് ആ കറി. പക്ഷേ കുഴപ്പമില്ല, അതൊരു വെറൈറ്റി ടേസ്റ്റ്. അങ്ങനെ ഒരു ഡിഷും കൂടി ആക്കി നമുക്ക് എന്തിനേയും കൂട്ടാൻ വേണ്ടി. അപ്പോൾ ശരി, എന്തായാലും നമ്മൾ സ്നോർക്കലിംഗ് പോയിട്ട് അതിൻ്റെ അവർ വന്നിട്ടുണ്ട്, നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതുപോലത്തെ ചെറിയ വണ്ടികളാണ്. മീൻസ് ഇതിലാണ് സാധനങ്ങളൊക്കെ അവർ ഹോട്ടലിനടുത്ത് നിന്ന് ബോട്ടിലേക്ക് എത്തിക്കുന്നത്. അതാണ് നമ്മുടെ ഹോട്ടൽ. അവിടുന്ന് ആ വണ്ടിയിൽ ഇവർ ഇവിടെ വരെ എത്തിച്ചു. അപ്പോൾ ഇതാണ് നമുക്ക് പോകേണ്ട ബോട്ട്. അവർ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നതാണ്, ലോഡ് ചെയ്യുന്നതാണ്. നമ്മളെ ബോട്ട് ഇതാണ്. സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. ഇതാ അമ്പർലയുണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കേണ്ട ഫുഡും വെള്ളം എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മളങ്ങനെ ബോട്ടിൽ കയറി, നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവർ വേറെ ഐലൻഡിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നായിരിക്കും നമ്മൾ സ്നോർക്കലിംഗ് ചെയ്യുന്നത്. നമ്മൾ മാത്രമല്ല, വേറെ 2 കപ്പിൾസിലും കൂടിയിട്ട് അവർ 2 കുട്ടികളും. അപ്പോൾ നമ്മൾ 4-5 ആളുകൾ കൂടിയിട്ടാണ് സ്നോർക്കലിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ ബോട്ട് മൂവ് ആകുന്നുണ്ട്. നമ്മൾ അടുത്ത ഐലൻഡിലേക്ക് പോകുന്നത് സ്നോർക്കലിംഗിന് വേണ്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഐലൻഡ് മാഫൂഷി. നമ്മൾ പോകുന്നത് അതല്ലാതെ ഒരു കപ്പിളും കൂടി ഉണ്ട്, അവർ 2 കുട്ടികളും. ഷെയ്ഡ് മനസ്സിലാവുന്നുണ്ടോ വെള്ളത്തിൻ്റെ? അത് ജസ്റ്റ് ലൈറ്റ്, അതിൻ്റെ അപ്പുറം ഡാർക്ക്, നല്ല ഡാർക്ക്. ഇപ്പം ഇതൊരു ലൈറ്റാണ്. വീട്ടിലേക്ക് എത്രത്തോളം മനസ്സിലാവുന്നതെന്ന് അറിയില്ല. കുറച്ചൊരു മുന്നോട്ട് പോകുമ്പോൾ നല്ല ഡാർക്കാവും. ഇപ്പം ഷെയ്ഡ് മാറുന്നു പോയി എല്ലാവരും. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഷെയ്ഡ് മാറി ഡാർക്ക് മോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ വന്ന വഴി സൈലൻസ് കണ്ട വാട്ടർ വില്ലാസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് നമ്മളെന്തായാലും വരുന്ന ആളാണ്, ഒരു വെള്ളത്തിൻ്റെ കാര്യമുണ്ട്. അങ്ങനെ അവർ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ തന്നു. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ലൈഫ് ജാക്കറ്റ് കിട്ടുന്നത്. ബോട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടെങ്കിലും ലൈഫ് ജാക്കറ്റ് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ മാളും അങ്ങനെ ജാക്കറ്റൊക്കെ ഇടുന്നുണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കത് ജാക്കറ്റ് മാറണം. എല്ലാവർക്കും തരുന്നുണ്ട് അവർ, കുട്ടികൾക്കുള്ളതായിട്ട് ചെറുതുണ്ട്.
നമ്മളീ പോകുന്ന വഴിക്ക് തന്നെ പലരും ചെയ്യുന്ന കാണുന്നുണ്ട് സ്നോർക്കലിങ്. പക്ഷെ നമ്മുടെ ബോട്ട് അവിടെയൊന്നും നിർത്തുന്നില്ല. ഇവർ വേറെ ഏതോ ഒരു ലൊക്കേഷനിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ റീമോ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനും റീമോവും ഫസ്റ്റ് ടൈമാണ് സ്നോർക്കലിംഗ് ചെയ്യുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റും ഉണ്ട്, ചെറിയ പേടിയുണ്ട്. അല്ല, ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് ഇങ്ങനെ കടലിലൊക്കെ ചാടാൻ പോകുന്നത്. ഇതിന് മുന്നേ കടലിലൊന്നും ഇറങ്ങിയിട്ടില്ല. നാട്ടിലൊക്കെ നമ്മൾ പുഴയിലും കുളത്തിലൊക്കെ പോയി കുളിക്കുക എന്നല്ലാതെ കടലിൽ ആദ്യമായിട്ടാണ്. അപ്പം നമ്മൾ ഏകദേശം സ്ഥലത്ത് എത്താനായിട്ടുണ്ട്. സൈഡിൽ ഒരു ഐലൻഡൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവർ നമുക്ക് വേണ്ടുന്ന കുറേ ഇൻസ്ട്രക്ഷനൊക്കെ പറഞ്ഞു തന്നു. എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതുപോലെ ഫിഷിനെ അധികം തൊടാൻ പാടില്ല, വല്ലാതെ നമ്മളതിനെ ടച്ച് ചെയ്തില്ല, അത് അറ്റാക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഇവിടെ വേറെയും കുറേ ബോട്ടുകളൊക്കെ എത്തിയിട്ടുണ്ട്, ആൾക്കാർ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അതുപോലെ തന്നെ ഫോളോ ചെയ്യണമെന്ന് അവർ നമ്മോട് വീണ്ടും പറഞ്ഞു. ഹായ് ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഫിഷിനെ കാണാൻ പറ്റുന്നത് നമുക്കിവിടെ കാണാം. ക്യാമറയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ നമുക്ക് ശരിക്കും കാണാനില്ല. ഫിഷ് ഉണ്ട് ഇവിടെ. ബ്ലാക്ക് കളറിൽ കാണുന്നതൊക്കെ ഫിഷാണ്. നമ്മൾ ബോട്ടിൻ്റെ അടിയിലൊക്കെ വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ജമ്പ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നതാണ്. അതാണ് നമ്മൾ ഇൻസ്ട്രക്ടർ. അപ്പോൾ നിങ്ങളിപ്പോൾ എല്ലാവരും സ്നോർക്കലിംഗ് ചെയ്യുന്നതെന്ന് കാണുന്നത് അടിപൊളി വ്യൂ ആണ്. ഇതിൻ്റെ വ്യൂസ് നമ്മളെ കൈമേലുണ്ട്. നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാൾഡീവ്സിൽ വന്നാൽ ഒരാൾ മിസ്സാക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഈ സ്നോർക്കലിംഗ് എന്നുള്ളത്. കാരണം ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് ഇവിടെ മാത്രമേ കാണാൻ പറ്റൂ. നിങ്ങൾക്കിപ്പോൾ കാണുന്ന പോലെ തന്നെ നമ്മൾ നേരിട്ട് നമ്മളെ മുന്നിലൂടെയാണ് ഇത്രയും അധികം ഫിഷ് ഇങ്ങനെ കളിക്കുന്നത്. നമുക്കതിനെ ചെറുതായിട്ടൊക്കെ തൊടാൻ പറ്റും. അധികം തൊട്ട് കഴിഞ്ഞാൽ അത് ഉപദ്രവിക്കുന്നവർ പറഞ്ഞിരുന്നു. അധികം നമ്മൾ തൊടാൻ നിന്നില്ല. പക്ഷെ ഒരു എന്താ പറയുക, നമ്മളെ കണ്ണിന് നമ്മൾ ഞെട്ടുന്ന പോലത്തെ വ്യൂ ആയിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണ് സ്നോർക്കലിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത്. കടലിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഈ ലൈഫ് ജാക്കറ്റ് ഇതൊക്കെ ഇട്ട് നമ്മൾ മുങ്ങിപ്പോകില്ല. അവർ ആവശ്യമായ ഗ്ലാസ് കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പൈപ്പ് നമ്മുടെ വായിലേക്ക് നമുക്ക് വെക്കാനുണ്ടാവും. അതുവഴി നമുക്ക് ഓക്സിജൻ കിട്ടും. മൂക്കിലൂടെ ഒരു കാരണവശാലും നമ്മൾ ശ്വാസം എടുക്കണം അവർ പറഞ്ഞത്. വായിലൂടെ മാത്രം ശ്വാസം എടുക്കുക. അപ്പോൾ നമുക്ക് ശ്വാസം കിട്ടും. നമുക്കിതിനെ നല്ല വൃത്തിക്ക് കാണാൻ കഴിയും. അറിയാതെ നമ്മൾ മൂക്കിലൂടെ ഒക്കെ ശ്വാസം എടുത്തു പോയാൽ കുറച്ച് വായിലൊക്കെ വെള്ളമൊക്കെ കയറും. അത് ഉറപ്പാണ്. കാരണം നമുക്കതൊരു ശീലമില്ലാത്ത കാര്യമാണത്. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് യൂസ്ഡ് വിത്താവും. ഞാൻ ഫസ്റ്റ് ടൈം സ്നോർക്കലിംഗ് ചെയ്യുമ്പോൾ എൻ്റെ മൂക്കിലൊക്കെ തെച്ചും വെള്ളം കയറിയായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ പാക്കേജിൽ ആഡഡ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിന് വേറെ അഡീഷണൽ ഫീസൊന്നും ആയിട്ടില്ല. ഇതുപോലെ തന്നെയാണ് സ്കൂബ ഡൈവിങ്ങും. പക്ഷേ സ്കൂബയിൽ നമ്മൾ കടലിൻ്റെ അടിയിലേക്ക് പോകും. അതിന് നമുക്ക് ഓക്സിജൻ എടുക്കാൻ ആവശ്യമായ സിലിണ്ടറൊക്കെ ഉണ്ടാവും നമുക്ക്. അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമുക്ക് അവർ ക്ലാസ് തരും ഇനീഷ്യലി. അപ്പോൾ ഇത് രണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നീന്താറേണ്ട ആവശ്യമില്ല. ഗൈഡ് നമ്മളെ കൂടെ എപ്പോൾ ഉണ്ടാവും. പിന്നെ ലൈഫ് ജാക്കറ്റ് ഇടുന്ന കേസിന് എന്തായാലും നമ്മൾ മുങ്ങിപ്പോകില്ലല്ലോ. പിന്നെ ഇവിടുന്ന് എനിക്ക് മനസ്സിലായത് ഇതിനൊന്നും ഏജ് ഒരു പ്രശ്നമല്ല. കാരണം നമ്മളെ കൂടെ ഉണ്ടായിരുന്ന കപ്പിൾസിൽ അവരെ കുട്ടി വളരെ ചെറിയ കുട്ടിയാണ്. പക്ഷെ അവൻ ധൈര്യമായിട്ട് ഇറങ്ങി അവൻ ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അവൻ്റെ പാരൻസും അങ്ങനെ ഒരു പേടിയില്ലാത്തതുകൊണ്ട് അവൻ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഫുട്ടേജ് നമ്മുടെ കൈമേലുണ്ട്. മാള് ഒന്ന് ചെയ്തിട്ട് കുറച്ച് മൂക്കിലും പൈലൊക്കെ വെള്ളം കയറി. പക്ഷെ എന്നാലും എക്സ്പ്ലോർ താഴെയുള്ള ഫിഷസും ആ പവിഴപ്പൊറ്റൊക്കെ കാണാൻ അടിപൊളിയാണ്. ആദ്യം എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അവര് നന്നായിട്ട് പറഞ്ഞാന്ന് എങ്ങനെയാ ചെയ്യേണ്ടത്. അവരെന്നെ കാമാക്കി. പിന്നെ നമ്മൾ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരാള് വെള്ളം വാരി ഒഴിക്കും നോക്ക്. അങ്ങനെ നമ്മളിപ്പം പോയ കപ്പിൾസെല്ലാം താഴെ മേലേക്ക് കയറുന്നുണ്ട്. ഇതെന്നെ ചെയ്യാനാ മൂന്നാമത്തെ പോയിന്റ് ലഞ്ച്. നല്ല ഗ്യാങ് ആയിട്ട് മീനിന്റെ കൂട്ടം വന്നിട്ടുണ്ട്. അത് കൂക്കുന്നതാണ്.
റീമോ എക്സ്പീരിയൻസ് എന്തിനാണ്? പൊളി സംഭവം മക്കളെ, പൊളി സംഭവം. അത് നമ്മളെ ഫുൾ ഫോറിനേഴ്സിന്റെ അവിടെയുള്ള ബോട്ട് ബോട്ട് കാണിച്ചു ജസ്റ്റ് അത് ഫോറിനേഴ്സ് 2 പീസിൽ തുണിഞ്ഞാണ് കിടക്കുന്നത്. നമ്മൾ അധികം കാണിക്കില്ല, നമ്മുടെ ചാനലിനൊരു ഡിഗ്നിറ്റി ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ അധികം നമ്മളത് കാണിക്കുന്നില്ല. നമുക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നത്, സ്പോട്ടിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മിസ്സായി. അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നത് ഏത് ഐലൻഡിലാണ് നമ്മൾ പോയത് അടുത്ത് സ്നോർക്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ സ്നോർക്ലിംഗ് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലെത്തി. നമ്മൾ മുന്നേ വന്നവർ ഇവിടുന്ന് ഇപ്പോൾ തിരിച്ചു പോകുന്നതാണ്. ഇതാണ് നമ്മൾ അടുത്ത സ്പോട്ട്. നിങ്ങൾക്ക് ബ്ലൂ ഷെയ്ഡ് കാണുന്നില്ല, ഇത് പിടിച്ചതാണ് ഞാൻ കാണിച്ചു തരാം. ബ്ലൂ ഷെയ്ഡാണ്. അപ്പം നമ്മളങ്ങനെ സ്നോർക്ലിങ്ങിൻ്റെ അടുത്ത പോയിന്റിലെത്തി. ഇതാണ് കോറൽ ഐലൻഡ്. കോറൽസ് മീൻസ് നമ്മൾ സാധാരണ പറയില്ലേ പവിഴപ്പുറ്റുകൾ, അതാണ് നമ്മൾക്ക് ഇവിടെ കാണാനുള്ളത് മെയിനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാണുന്നത് ഫിഷുകൾ ഉണ്ടാകും, പക്ഷെ വളരെ ചെറിയ ഫിഷുകളൊക്കെ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ വളരെ ചെറുതാണ്. പിന്നെ മെയിനായിട്ട് ഇവിടെ ഉള്ളത് ഈ കോറൽസ് തന്നെയാണ്. അത് കാണാനാണ് ഈ ഐലൻഡിൽ എല്ലാവരും വരുന്നത്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെയും ഇത് കാണാൻ വേണ്ടിയിട്ട്. കാരണം ഇത്രയും അധികം കോറൽസ് ഒന്നും നമ്മൾ പല ടി വിയിലൊക്കെ പണ്ടൊക്കെ കാണുകയെന്നല്ലാതെ, നാഷണൽ ജോഗ്രഫി പോലത്തെ ചാനലിൽ കാണുകയെന്നല്ലാതെ. അപ്പോൾ നമുക്ക് ആവശ്യമായ ഫോട്ടോസും വീഡിയോസൊക്കെ അവർ തന്നെ എടുത്തു തരുന്നുണ്ട്. അവരുടെ കയ്യിൽ അതിനായിട്ട് ഗോപ്രോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി തന്നെ അവർ നമ്മളോട് പല പോസുകളൊക്കെ നിൽക്കാനും പല ആക്ഷൻസൊക്കെ കാണിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ സാൻഡ് ബാങ്ക് ബീച്ചിലാണ് നമുക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ളത്. നല്ല അടിപൊളി ബീച്ചായിരിക്കും എന്നാണ് പറഞ്ഞത്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം സാൻഡ് ബാങ്ക് ബീച്ചിൻ്റെ അടുത്തെത്താൻ നമുക്ക് ദൂരെ ബീച്ച് കാണുന്നുണ്ട്. ഓൾറെഡി കുറച്ച് ബോട്ടൊക്കെ സൈഡാക്കി കാണുന്നുണ്ട്. നല്ല അടിപൊളി ബീച്ചാണ് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ. ഇവർ ബോട്ട് നിർത്താൻ വേണ്ട എന്താ പറയുക അതൊക്കെ സെറ്റാക്കുന്നുണ്ട് ഇവിടെ. അതിൻ്റെ പേരൊന്നും അറിയില്ല. മീൻസ് അത് ഇവർ പൂഴിയിലേക്ക് ഇടുകയ്യ, അത് എന്നിട്ട് താഴെ അടിയിൽ പോയിട്ട് ലോക്കാവും. അതുപോലെ തന്നെ ഒന്ന് കടലിലും ഒന്ന് കരയിലും 2 സൈഡിൽ ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേണ്ടി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്, അവൻ ഇപ്പം ചാടും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം എത്തി. അപ്പോൾ അവനത് ചാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബോട്ട് കരേൻ്റെ അടുത്തേക്ക് പോവും. പിന്നെ അവർ സ്പീഡൊക്കെ കുറച്ച് ബോട്ടിൻ്റെത്, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവിടെ ലോക്കാവും. അതുപോലെ തന്നെ ഒന്ന് കരയിലേക്ക് അവർ കെട്ടി വെക്കുന്നുണ്ട്. കരയിൽ ഇത് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ ഉണ്ടായിട്ടുള്ള 2ാമത്തെ ആൾ ഇറങ്ങിയിട്ടുണ്ട്. അതവിടെ പാറയിൽ കെട്ടി വെക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ബോട്ട് കടലിലേക്ക് ഇറങ്ങി പോകാൻ പാടില്ല, അതുപോലെ കരക്ക് അധികം അടുക്കാനും പാടില്ല. കാരണം അതിൻ്റെ അടി തട്ടുമല്ലോ. അതുകൊണ്ടാണ് അവർ 2 സൈഡിൽ ഇതിങ്ങനെ കെട്ടി വെക്കുന്നത്. അപ്പോൾ അത് അവരവിടെ ലോക്ക് ചെയ്ത് വെച്ചു. ഇനി ബോട്ട് ഇവിടെ തന്നെ ഉണ്ടാവും, പുറകോട്ടും പോകില്ല മുന്നോട്ടും പോകില്ല. അപ്പോൾ നമ്മൾ ബോട്ട് അടുപ്പിക്കുകയാണ്. അടുപ്പിച്ചാലാണ് നമുക്ക് ഇറങ്ങിയിട്ട് പോകാൻ പറ്റും. ഇവിടുത്തെ വെള്ളം നോക്കി നമ്മളെന്താ പറയുക, കിണറിൽ നിന്നൊക്കെ നമ്മൾ കോരി കുടിക്കുന്ന വെള്ളം പോലെയുണ്ട്. കടലിലാദ്യമായിട്ട് ഇത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളം ഞാൻ കാണും. അല്ല മോളെ എങ്ങനെയുണ്ട്? ഇനി ബോട്ട് അടുപ്പിക്കണം. ബോട്ട് അടുപ്പിച്ചിട്ട് നമുക്ക് ഇതിൽ ഇറങ്ങാൻ പറ്റും. അപ്പം നമ്മളിവിടെ ബീച്ചിൽ ഇറങ്ങാൻ പോകുന്നതാണ്. ഈ വെള്ളം നോക്ക് നിങ്ങൾ, വെള്ളത്തിൽ തന്നെ ഇറങ്ങണം. പകുതി ഇറങ്ങിയിട്ട് കണ്ട പിള്ളേർ പൊന്തി കിടക്കും നോക്കി. टोपी पहराओ इसके नथी पहरवी यार लियो आई कैन प्ले हैंडबॉल अंडर
water, yes. That background is very നല്ലോണം മുങ്ങുമോ? Do you want beer, snorkel? है ना आईडी लिंक मेरे को देना हाँ। मैं लाइक करना है मेरा भी YouTube channel भी subscribe कर देना। हेल्प आईडी में है ना मेरा 55 आईडी है प्रॉब्लम नहीं है 55 ठीक है। ഏയ് അപ്പൊ ഇവിടുത്തെ വെള്ളം നോക്കിതാ, എന്റെ കൈ നിങ്ങൾ കാണുന്നില്ലേ എത്ര ക്ലിയറാ? എന്താ ഇവിടെ പോയി വാരി കളിച്ചു നോക്ക് നോക്കിതാ. ഹലോ, ഇതാണ് മക്കളെ കടല്. അപ്പൊ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ അവർ സെറ്റാക്കുന്നതാണ്. നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ഇവിടെ നിന്നാണ്, ഈ ബീച്ചിൽ നിന്നാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മളെ ലഞ്ച് എന്ന് വെച്ചാൽ ഇന്ന് എഗ് ഫ്രൈഡ് റൈസും പിന്നെ സാൻഡ്വിച്ചും, അപ്പം അതിന് വേണ്ട സോസും പിക്കളും. ജ്യൂസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന ആദ്യമായിരിക്കും മാളു. നമുക്ക് ബീച്ചിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ബീച്ചിലേക്ക് ഇരുന്നിട്ട് തന്നെ പറയാ. എങ്ങനെയുണ്ട് മാളു? ഉദ്ദേശം ഡൈവ് ചെയ്യുന്നോ? നല്ലൊരു നീന്തൽ കളിച്ചിട്ട് വരാം. നീന്തിയാ ഞാൻ കാണട്ടെ. നീന്ത്. വെച്ചാലോ? ഓ സക്സം വെക്കല എന്നാ ഉപ്പല്ലേ? ഏ തുടങ്ങിക്കോ. ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെയുണ്ട് റീമോ? എന്നാ ചെരുപ്പാ? എടാ ചെരുപ്പ് പിടിക്കണ്ടേ? എല്ലാ സ്റ്റൈലും നീന്തു. ഏയ് റീമോ, റീമോ അടിയിലേക്ക് കൂടി വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇങ്ങെത്തും. ചെരുപ്പ് ഒഴുകി പോതാ. റീമോ നിന്റെ ചെരുപ്പ് പിടിക്കടാ. മറ്റൊന്നും പോന്നാ. മാളു വെള്ളത്തിലിറങ്ങിയിട്ട് സന്തോഷമാണ്. അങ്ങോട്ട് പോകണ്ടേ? ഇങ്ങോട്ട് പോ. മാളു നീന്തി നോക്കിയേ. ആ നീന്തേ. എന്നാ വാ. അങ്ങനെയല്ല, ഇതാണ് സാൻഡ് ബാങ്ക് ബീച്ചിലാണ് നമ്മൾ ലഞ്ച് കഴിഞ്ഞു. ഇനി നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഈ ബീച്ചിൽ വിട്ടിരിക്കാം. ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാം. നമ്മൾ കുറച്ചും കൂടെ ഒന്ന് നടന്നിട്ട് കണ്ടുവരാമെന്ന് വിചാരിച്ചു. പക്ഷെ അടിപൊളി ബീച്ച് കേട്ടാ. എന്തായാലും നാട്ടിലൊന്നും ഇങ്ങനത്തെ ബീച്ചിൽ നമുക്കൊന്നും ഗോവയിലും ഇല്ല. ഇതുപോലത്തെ കളറിൽ വെള്ളം നമുക്ക് അവിടെ ഇടയില്ല. പിന്നെ അതിൻ്റെ കുറച്ചങ്ങോട്ടായിട്ട് വാട്ടർ വില്ലാസ് ഉണ്ട്, കാണിച്ചു തരാം. നമ്മളെന്തായാലും ഒരു വാട്ടർ വില്ല സെലക്ട് ചെയ്യാൻ നാളെ പോകാമെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ എങ്ങനെയല്ലാന്ന്. അടിപൊളി പ്ലേസ് കേട്ടോ, മസ്റ്റ് വിസിറ്റ് തന്നെ പറയല്ലേ. ഒരു പ്രാവശ്യമെങ്കിലും മാൽഡീവ്സ് വിസിറ്റ് ചെയ്യണം. അതും രണ്ടും ലോക്കൽ ഐലൻഡ്സും വാട്ടർ വില്ലും നാളെ കണ്ടിട്ട് കംപ്ലീറ്റ് പോകണം. അതായത് വാട്ടർ വില്ല മാത്രം നിങ്ങൾ എടുത്താൽ അല്ലാത്തൊന്നും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ മാഫൂഷ് ഐലൻഡിലാണ് റൂംസ് എടുത്തത്. അപ്പോൾ അവിടെ ആകുമ്പം അവിടെയുള്ള ജയില്, പോലീസ് സ്റ്റേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളും അല്ലാതെ ബിക്കിനി ബീച്ച് അതൊക്കെ ഉണ്ട് അവിടെയൊക്കെ. വാട്ടർ വില്ല എടുത്താൽ കംപ്ലീറ്റ് നമ്മൾ അവിടെ തന്നെ ആയിപ്പോകും. അങ്ങനൊരു കാര്യമുണ്ട്. നിങ്ങൾ ഫുൾ വാട്ടർ വില്ലിലാണ് സ്റ്റേ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നടന്നിട്ട് പോയിന്റിലെത്തി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നടന്നിവിടെ എത്തി. അതിൻ്റെ അപ്പുറം എങ്ങനെയുള്ളതെന്ന് നോക്കട്ടെ. ഓക്കെ, വാവ്, നൈസ്. ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ. വെള്ളം കാണില്ല നിങ്ങളിതാ, അതിൻ്റെ കളർ നോക്കി. ഒരു വാട്ടർ ബില്ല് അവിടെ ഉണ്ട്, കാണിച്ചു തരാം. സൂം ചെയ്താൽ അത്ര കാണുന്നറിയില്ല. കാണുന്നുണ്ടോ? ഇതാണ് ആ വാട്ടർ ബില്ല.
മലകോട്ടെ പോന്നേ? നോക്ക്. അപ്പോൾ നമ്മൾ തിരിച്ച് പോന്നാന്ന്. ഫുഡൊക്കെ കഴിച്ച് ലഞ്ചൊക്കെ കഴിച്ചു. നമ്മൾ മാഫൂസിലേക്ക് തിരിച്ച് പോന്നാന്ന്. അല്ല മാളു? ഓക്കെ, റീമോ കയറി വാ. അപ്പം നമ്മൾ പോന്നാന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. മാഫൂസിലേക്ക് എത്തി. നമ്മൾ ബോട്ട് ചെയ്യണം. മാളുകളാകെ ടയർഡായിട്ട് ഇരുന്നിട്ടുണ്ട്. മാളു അങ്ങനെ ഞങ്ങൾ സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നിട്ടുള്ള സൺബാങ്ക് ബീച്ചിൽ പോയി ലഞ്ചും കഴിച്ച് നമ്മൾ തിരിച്ചു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പൊളി സാധനം. അപ്പോൾ നമ്മൾ ബാക്കി വാട്ടർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ ഫോർ ആ നെക്സ്റ്റ് വീഡിയോ. പിന്നെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.